+1 ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്ടീരിയ മെയിൻലി ബൈനറി ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സംടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ മേ പ്രൊഡ്യൂസ് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയും അവർ റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് മെത്തേഡും അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡും ബാക്ടീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ ബാക്ടീരിയം. ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനില്ല, പക്ഷേ ആസ് എ +1 സ്റ്റുഡൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. Okay, let's see what is bacterial conjugation. Simply, bacterial conjugation is the transfer of genetic material between bacterial cells by direct cell-to-cell contact or by bridge-like structure between two cells. രണ്ട് ബാക്ടീരിയാസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് രണ്ട് ബാക്ടീരിയകളും ഡയറക്റ്റ് സെൽ-ടു-സെൽ കോണ്ടാക്റ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ആ ബാക്ടീരിയകൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് വഴിയായിരിക്കാം. ആ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേഷൻ ട്യൂബ്. അപ്പോൾ ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ബാക്ടീരിയൽ സെൽസ് ബൈ ഡയറക്റ്റ് സെൽ ടു സെൽ കോണ്ടാക്ട് ഓർ ബൈ കോൺജുഗേഷൻ ട്യൂബ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്കല്ലേ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാ ബാക്ടീരിയക്കും ആ ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ചില ബാക്ടീരിയക്ക് മാത്രമേ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. മറ്റുള്ളവർ അത് വാങ്ങാൻ നിൽക്കുന്നവരായിരിക്കും, റെസിപ്പിയൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയസ് ആണ് ഡോണർ ബാക്ടീരിയ, അതുപോലെ ഏതൊക്കെയാണ് റെസിപ്പിയൻ്റ് ബാക്ടീരിയ എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ നമുക്ക് രണ്ട് ബാക്ടീരിയൽ സെല്ല് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ബാക്ടീരിയനെ നോക്കുക. അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ക്രോമസോമൽ DNA ഉണ്ട്, F പ്ലാസ്മിഡ് ഉണ്ട്. ക്രോമസോമൽ DNA മീൻസ് ഒരു ബാക്ടീരിയൻ്റെ മെയിൻ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ക്രോമസോമൽ DNA എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാക്ടീരിയനകത്ത് ഈ ഒരു ക്രോമസോമൽ DNA നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ F പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് മീൻസ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA. എല്ലാ പ്ലാസ്മിഡും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ കോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കാണുന്ന പ്ലാസ്മിഡ് ഫെർട്ടിലൈസേഷനെ കോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ F പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബാക്ടീരിയനകത്ത് ക്രോമസോമൽ DNA ഉണ്ട്, F പ്ലാസ്മിഡ് ഉണ്ട്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ എബിലിറ്റി ഉള്ള F പ്ലാസ്മിഡിനെയാണ് സെക്കൻഡ് ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, F പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയത്തിന് നമ്മൾ F+ ബാക്ടീരിയ എന്ന് വിളിക്കും. F പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയത്തിനെ F- ബാക്ടീരിയ എന്ന് വിളിക്കും. ക്ലിയർ? ആ പെർട്ടിക്കുലർ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയത്തിന് മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുള്ളൂ. ദ ആക്ട് ആസ് എ ഡോണർ. അവർ ജനറ്റിക് മെറ്റീരിയലിനെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയാസ് ദ ആക്ട് ആസ് റെസിപ്പിയൻ്റ്. അപ്പോൾ ബാക്ടീരിയൽ കോൺജുഗേഷൻ നടക്കുമ്പോൾ F പ്ലാസ്മിഡ് ഉള്ള ആൾക്കാർ ഇല്ലാത്തവരുടെ ബോഡിയിലേക്ക് ഈ പ്ലാസ്മിഡിനെ ട്രാൻസ്ഫർ ചെയ്യും ത്രൂ സെക്സ് പൈലസ്. നമ്മുടെ ഡോണർ ബാക്ടീരിയയിൽ കാണുന്ന അവരുടെ ബോഡിയുടെ ഒരു എക്സ്റ്റൻഷനാണ് സെക്സ് പൈലസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സെക്സ് പൈലസ് ഉള്ള ബാക്ടീരിയ മെയിൽ ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്യും. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മെയിൽ ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്യും. സെക്സ് പൈലസ് ഇല്ലാത്തവരെ നമ്മൾ ഫീമെയിൽ ബാക്ടീരിയ എന്ന് പറയും. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ബാക്ടീരിയനെ കിട്ടിയല്ലോ. ഡോണർ ബാക്ടീരിയ ആരാണ്, റെസിപ്പിയൻ ബാക്ടീരിയ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബാക്ടീരിയൽ കോൺജുഗേഷന് 4 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ദ മെയിൽ ഡോണർ ബാക്ടീരിയ മേക്ക് എ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ഫീമെയിൽ റെസിപ്പിയൻ ബാക്ടീരിയ. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ മെയിൽ ബാക്ടീരിയ ഫീമെയിൽ ബാക്ടീരിയ ആയിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. രണ്ട് ബാക്ടീരിയയും കൂടി അടുത്തടുത്തായിട്ട് വരും. സെക്കൻഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് കോൺജുഗേഷൻ ട്യൂബ്. അങ്ങനെ രണ്ട് ബാക്ടീരിയയും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ മെയിൽ ബാക്ടീരിയൻ്റെ പൈലസ് ഫീമെയിൽ ബാക്ടീരിയയുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യും.
അറ്റാച്ച് ചെയ്തിട്ട് അതൊരു ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യും. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കോൺജുഗേഷൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഫോർമേഷൻ ഓഫ് കോൺജുഗേഷൻ ട്യൂബ്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ത്രൂ ദ കോൺജുഗേഷൻ ട്യൂബ് one strand of the F plasmid of donor bacteria moves to the recipient bacteria. പ്ലാസ്മിഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ പ്ലാസ്മിഡ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. 2 സ്ട്രാൻഡ് ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഈ ഡബിൾ സ്ട്രാൻഡഡ് പ്ലാസ്മിഡിലെ ഒരു സ്ട്രാൻഡ് കട്ടായിട്ട് ഫീമെയിൽ ബാക്ടീരിയത്തിൻ്റെ ബോഡിക്കകത്തേക്ക് പോകും. അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, the recipient synthesize a complementary strand to become an F plus cell. റെസിപ്പിയൻ്റ് ബാക്ടീരിയത്തിലേക്ക് ഇപ്പോൾ ഒരു DNA വന്നിട്ടുണ്ട്. അത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. അത് കംപ്ലീറ്റ് പ്ലാസ്മിഡായി മാറാൻ വേണ്ടിയിട്ട് ആ DNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള വേറൊരു സ്ട്രാൻഡും കൂടി ആ ബാക്ടീരിയ സിന്തസൈസ് ചെയ്ത് പുതിയൊരു പ്ലാസ്മിഡായിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം ദ ഡോണർ സിന്തസൈസ് എ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ടു റിസ്റ്റോറിങ് ഇറ്റ്സ് കംപ്ലീറ്റ് പ്ലാസ്മിഡ്. അതേസമയം നമ്മൾ ഡോണർ ബാക്ടീരിയനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തു നിന്നാണ് ഒരു സ്ട്രാൻഡ് ഓഫ് DNA ഫീമെയിലിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ കൊടുത്ത ആൾക്ക് ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ DNA സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്ട്രാൻഡ് കൂടി സിന്തസൈസ് ചെയ്ത് പുതിയ പ്ലാസ്മിഡായിട്ട് മാറും. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പ്രോസസ്സ് നമ്മൾ ബാക്ടീരിയനെ നോക്കിക്കഴിഞ്ഞാൽ 2 ബാക്ടീരിയക്കും ഫെർട്ടിലൈസേഷനുള്ള എബിലിറ്റി ഉണ്ടാവും. കാരണം ജനറ്റിക് മെറ്റീരിയൽ 2 ആൾക്കും കിട്ടിയിട്ടുണ്ട്. സോ 2 ബാക്ടീരിയയും ഇപ്പോൾ ഡോണർ ബാക്ടീരിയയാണ്, F+ ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നാം, ബാക്ടീരിയൽ കോൺജുഗേഷൻ വഴി പുതിയൊരു ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതൊരു റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ആവുന്നതെന്ന്. നമ്മളിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് റെഫറൻസ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഓതേഴ്സ് പറയും ബാക്ടീരിയൽ കോൺജുഗേഷൻ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെന്ന്. അറ്റ് ദ സെയിം ടൈം ചില ഓതേഴ്സിൻ്റെ ബുക്ക് നോക്കിയാൽ ബാക്ടീരിയൽ കോൺജുഗേഷൻ ഒരു ജനറ്റിക് റീകോമ്പിനേഷൻ മെത്തേഡാണ്, റീപ്രൊഡക്ഷൻ മെത്തേഡ് അല്ല എന്നും പറയുന്നുണ്ട്. ബാക്ടീരിയൽ കോൺജുഗേഷന് തന്നെ ഇപ്പോഴും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അത് റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെന്നും പറയുന്നുണ്ട്, അല്ല എന്നും പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് ബാക്ടീരിയയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എന്താണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.